ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ LDFന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഴിച്ചുവിട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന ഭൂതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമി UDF അവിശുദ്ധ സഖ്യത്തെ കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലമ്പൂരിലെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലി തന്നെ. ജമാഅത്തിനെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മാറ്റി നിർത്തുന്നതിൽ ജാഗ്രത കാണിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് എന്നും, എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ നടക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. മാധ്യമം ദിനപത്രത്തിന്റെയും മീഡിയ 1 ചാനലിന്റെയും ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ക്ഷണിച്ചിട്ടും അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. LDFനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അത് പ്രധാനമായി UDF തന്നെയാണ്. UDFനുണ്ടായ അങ്കലാപ്പ് ചെറുതല്ല എന്നത് അവരുടെ നടപടികളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ചില വിഭാഗങ്ങളെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം പൊതുവെ അകറ്റി നിർത്താറുണ്ട്. അങ്ങനെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവരെ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങളിൽ മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. പക്ഷേ മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ട് തന്നെ. കാലം പിന്നിടുന്നു. പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു. അതിൻ്റെ അവതരണ ഘട്ടത്തിലും
പലരെയും ക്ഷണിച്ചു. അക്കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല, പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു. ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ, അദ്ദേഹം പോയിരുന്നോ എന്ന്. എന്തേ പോകാതിരുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ. അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? വന്ന മാറ്റം കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഇത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് UDF-നുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി UDF അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം, അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, ആ വിഭാഗം ഇപ്പം തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത്. LDF-നെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം സഹായം തേടാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും? നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും? ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്? ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ? സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ? നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിനുതകുന്നതായില്ല ഇത്. ഏതായാലും ലീഗിൻ്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല. രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത്. ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും LDF-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ്. തെളിമയാർന്ന LDF രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ LDF-ന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.